അൽ ഹിക്കായത്തു താസിഅത്തു അൻ അഹദിൽ ആരിഫീന. അല്ലാഹു തആലാനെ വേണ്ടുവോളം അറിഞ്ഞ് മനസ്സിലാക്കിയ മഹാന്മാരുണ്ട്. അവരിൽ ഒരു മഹാനെ തൊട്ട് 9ാമത്തെ ഹിക്കായത്ത് യാഫി തങ്ങൾ പറയുന്നു നമ്മോട്. ഖാല അഹദുൽ ആരിഫിൻ പറയുന്നു, നംതു ലൈലത്തൻ അൻ ഹിസ്ബി. ഞാൻ പതിവായി ചെയ്യുന്നതിന്റെ ഒരുപാട് പതിവുകളുണ്ട്. അത് ചെയ്യാതെ ഞാൻ അങ്ങ് കിടന്നുറങ്ങി. പടഅയ്തു ചെയ്യാതെ നല്ല എന്റെ ഹിസ്ബൊക്കെ ചെയ്ത് ഉറങ്ങി നീക്കാറ് നോക്ക. പടഅയ്തു അപ്പൊ ഞാൻ സ്വപ്നം കണ്ടു. ഫിൽ മനാമി ഉറക്കത്തിൽ. ജാരിയത്തൻ ഹസന നല്ല സുന്ദരിയായ പെൺകുട്ടിയെ സ്വപ്നം കണ്ടു. ലം അറ അഹ്സന മിൻഹ വജ്ഹൻ. മുഖം ഇത്ര അഴകുള്ളൊരു പെൺകുട്ടി വേറെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല അഴകുള്ളൊരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ കാണുന്നത്. വലാ അത്യബ മിൻഹ റീഹൻ. വാസനയാണെങ്കിലോ നല്ല സുഗന്ധവും. അപ്പൊ നല്ല സുഗന്ധ പരിമളമുള്ള നല്ല അഴകുള്ളൊരു പെൺകുട്ടി. അങ്ങനെ പെൺകുട്ടി ഇല്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. അങ്ങനെ ഫനാവലത്തിനി റക്അത്തൻ. അവൾ എനിക്കൊരു കടലാസ് തന്നു. ഈ യജിഹ ഓളെ കയ്യിലുള്ളൊരു കടലാസ് തന്നു എനിക്ക്. ഇപ്പൊ കാലത്ത് എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞത്, ഈ ലെറ്റർ ഇഖ്റ നിങ്ങൾ വായിക്കും. മാ ബീഹ, ഈ ലെറ്ററിൽ എന്താണോ അത് നിങ്ങൾ വായിച്ചോളി തന്നു. ഇതൊക്കെ സ്വപ്നമുണ്ടോ? നേരല്ല, സ്വപ്നത്തിലാണ് കാണുന്നത്. സാലിക സ്വപ്നം യാഥാർത്ഥ്യം തന്നെയാണല്ലോ. ഇപ്പൊ കറത്തു പെണ്ണ് പറഞ്ഞതുപോലെ ആ ലെറ്റർ പൊട്ടിച്ച് ഞാൻ വായിച്ചു. വൈദൻ ഹുവ. അപ്പൊ ആ ലെറ്ററിൽ കാണും 3 വരി പാട്ടാ. 3 വരി പാട്ട് ആ ലെറ്ററിലുണ്ട്. എത്താപ്പോ ആ ലെറ്ററിൽ കാണാൻ 3 പാട്ട്. ലദത്ത ബിനൗമത്തിൻ അൻ ഖൈരി ഐശിൻ മഅൽ വിൽദാനി ഫീ ഗറഫിൽ ജിനാനി തഈസു മുഖല്ലദൻ ലാ മൗത ഫീഹാ വതബ്ഖാ ഫിൽ ജിനാനി മഅൽ ഹിസാനി تيقظ من منامك إن خيرا من النوم التهجد بالقرآن. ഇതാണ് ഇപ്പൊ പാട്ട്. എന്താ പറഞ്ഞത്? ലദത്ത ബിനൗമത്തിൻ അൻ ഖൈരി ഐശിൻ മഅൽ വിൽദാനി ഫീ ഗറഫിൽ ജിനാനി. ലദത്ത താങ്കൾ രസിച്ചിരിക്കുന്നു. ബിനൗമത്തിൻ ഉറക്കം കൊണ്ട്. അൻ ഖൈരി ഐഷ് നല്ല സുഖകരമായ ഒരു ജീവിതമുണ്ട്. ആ ഖൈറിനെ തൊട്ടൊരു ഉറക്കമുണ്ട്. ആ ഉറക്കം കൊണ്ട് നിങ്ങളെന്തായി രസിച്ചു പോയി. മഅൽ വിൽദാനി കുട്ടികളോടുകൂടെ. എവിടെ? ഫീ ഗറഫിൽ ജിനാനി സ്വർഗീയ മണിമാളികകളിൽ. അപ്പൊ സ്വർഗത്തിന്റെ മണിമാളികകളിൽ മക്കളോടുകൂടെ സുഖകരമായി നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. تعيش مخلدا لا موت فيك وتبقى بالجنان مع الحسان. കാലാകാലം താങ്കൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എന്തില്ല? സ്വർഗീയ ലോകത്ത് മരണമേ ഇല്ല. അങ്ങനത്തെ ശാശ്വതമായ ജീവിതം. ആ സ്വർഗീയ ലോകത്ത് നല്ല അഴകുള്ള തരുണീമണികളായ സ്ത്രീകളോടുകൂടെ നിങ്ങൾ അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം? തയഖ്ഖദ മിൻ മനാമിക ഇന്ന ഖൈറൻ മിനൻ നൗമി തഹജ്ജുദു ബിൽ ഖുർആനി. നിങ്ങൾ ഈ ദുനിയാവത്തെ സുഖമായ ഉറക്കുണ്ടല്ലോ, അതിന് ഉണരുക. എന്താ കാരണം? ഉറക്കിനേക്കാൾ ഗുണകരം ഖുർആനോദി താജസ്കരിക്കലാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ചെയ്യേണ്ട പതിവ് ചെയ്യാതെ ഉറങ്ങിയപ്പോ എന്നെ ഉണർത്തിയതാണ് പെയ്തത്. അപ്പൊ പതിവൊക്കെ തെറ്റിച്ച് നല്ലൊരു കാലിക്ക് ഒഴിവാക്കി സുഖമായി നിദ്രയിലാണില്ലേ വേണ്ട. ആ സ്വർഗീയ ലോകം ഓർത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ഇതാണ് ഇപ്പൊ ആ സ്ത്രീ എനിക്ക് ലെറ്റർ തന്ന ലെയ്ത്തുള്ളത്. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ വായിച്ചു. കാല ഈ അഹദുൽ ആരിഫിൻ പറയാണ്, പേടിച്ചിട്ട് ഞാൻ ഉണർന്നു. വല്ലാഹി
അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ ദക്കർതുക ഖത്തു ഇല്ലാ തോറനൗമി റഹ്മഹുല്ലാഹ്. ഞാന് ആ കുട്ടി തന്ന ലെറ്റർ ഇങ്ങനെ നോക്കുമ്പോഴെല്ലാം എന്റെ ഉറക്കങ്ങ് പാറിപ്പോയി, എനിക്ക് ഉറക്ക് വരുന്നില്ല. അത്ര അർത്ഥവത്തൊരു വാക്കാണ്. അപ്പൊ മഹാരഥന്മാരായ ആളുകളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് തന്റെ പതിവ് തെറ്റിച്ചുറങ്ങിപ്പോയാൽ അത് ഉണർത്തും. അങ്ങനെ ഉണർത്തിയിട്ട് ആ ഉണർവിലൂടെ പിന്നെ അവസാന കാലം വരെ അതിന് പാഠം ഉൾക്കൊണ്ട് ജീവിച്ചവരാണവർ എന്നാണ് ഇതിന്റെ സന്ദേശം. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പതിവായി ചെയ്യണം, നല്ലവരായി ജീവിക്കണം എന്നതാണോ ഇതിലെ ചൂണ്ടിത്തരുന്നത്. അൽ ഹിക്കായത്തുൽ ആശിറ, 10ാമത്തെ ഹിക്കായത്ത്, അത് ആരത്തൊട്ടായെന്നൊന്നും പറയുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന ശൈഖ് സിദ്ദി സിഖ്തി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ദഖല അലൈഹി, മഹാന്റെ അടുത്തേക്ക് കടന്നു വന്നു. അബുൽ ഖാസിമിൽ ജുനൈദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ കടന്നു വന്നു. മഹാൻ വരുമ്പോൾ വഹുവ യബ്കി, ഈ പറയുന്ന ശൈഖ് സിദ്ദി സിഖ്തി തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഖാലഹു, അപ്പോൾ അബുൽ ഖാസിം ജുനൈദ് തങ്ങൾ ഈ മഹാനായ ശൈഖ് അവരോട് ചോദിക്കുന്നു, മാ യുബിക്കിക, എന്തപ്പം നിങ്ങളെ കരയിപ്പിച്ചത്, എന്താണ് കാര്യങ്ങൾ വെച്ചു. ഫഖാല, അപ്പോ ശൈഖ് സിദ്ദി സിഖ്തി തങ്ങൾ പറയാണ്, ജാഅത്തിരിൽ ബാരിഹത്ത അസ്വബിയത്തു, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു. അങ്ങനെ കാലത്ത് ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞത്, യാ അബത്തി, എന്റെ പിതാവേ, ആദിഹി ലൈലത്തുൻ ഹാറത്തുൻ, ഈ രാത്രി നല്ല ചൂടുള്ള രാത്രിയാണ് കേട്ടോ. വഹാദൽ കൂസ്, ഇതാ ഈ വെള്ളപ്പാത്രം, എന്താണ്, നിങ്ങൾക്ക് വേണ്ടി ആ വെള്ളപ്പാത്രം ഇതാ ഞാൻ ഇവിടെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഹത്തായി എബുർദ, ഈ ചൂട് തണുക്കാൻ വേണ്ടി. അപ്പൊ ഈ ചൂട് തണുത്ത്, നല്ല ചൂടുള്ള രാത്രിയില്ലേ, ഈ തണുക്കാൻ വേണ്ടി ഇതാ കൂജലേശം വെള്ളം കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ ആ കുട്ടി വന്ന് എന്നോട് പറഞ്ഞ പെൺകുട്ടി. പക്വൽത്തു, അങ്ങനെ വെക്കട്ടെ ചോദിച്ചപ്പോ ഞാൻ അതേ വെച്ചോ, ഞാൻ ആ കുട്ടിയോട് പറയുകയും ചെയ്തു. ഇതാ അപ്പൊ ഞാൻ ഇന്നലെ കണ്ടത്. എന്താ ചെയ്യാ? അവകാല സിദ്ദി റളിയല്ലാഹു തആല അൻഹു, സിദ്ദി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അപ്പൊ രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി കൊടുന്നു വെച്ചിരിക്കുകയാണ്, എന്റെ മോള് കൊടുന്നു വെച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ ഇരിക്കുമ്പോ വലമത്തിന് അയിനായ, എനിക്ക് കണ്ണിൽ ഉറക്കം വന്നു. ഫനംതു, ഞാൻ അങ്ങ് ഉറങ്ങി. ഇതപ്പുണ്ടായത്, എന്റെ കുട്ടി ഇങ്ങനെ വന്നിങ്ങനെ പറഞ്ഞു പോയി, എനിക്ക് ഉറക്കം, ഞാൻ ഉറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഫറഅയ്തു ജാരിയത്തൻ മിൻ അഹ്സനിൽ ഖുലഖി, നല്ല അഴകാകുന്നൊരു പെൺകുട്ടിയാണ്. അതിന് അഹ്സനിൽ ഖൽഖി നേക്കാറും, സൃഷ്ടകൂട്ടത്തിന്റെ ഏറ്റവും നല്ല അഴകുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. അത് നസറത്ത് വിരസമായി, ആ കുട്ടി, ആ പെണ്ണി ഇറങ്ങി വന്നത് ആകാശലോകത്തു നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ വന്നപ്പോ വക്കുൽത്ത്, ഞാൻ ചോദിച്ചു ആ പെൺകുട്ടിനോട്, ലിമൻ ആന്റി, ആർക്കുള്ളതാ നീ, എന്തൊരഴകാ നിന്നെ കാണാൻ, നീ ആർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പെണ്ണാന്ന് ചോദിച്ചു. ഇപ്പൊ കാലത്ത് അപ്പൊ ആ പെണ്ണ് പറഞ്ഞ മറുപടി മൂപ്പരെ ചിന്തിപ്പിച്ചത്, ലിമല്ല യസ്റബുൽ മാഅൽ മുബറദ ഫിൽ കീസാൻ, കൂസകളിൽ, മൺകൂസകളിൽ തണുപ്പിച്ചു വെച്ച വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കാത്ത ഒരാളാണ്, അവർക്കുള്ളതാണ് ഞാൻ. ഇത് പറഞ്ഞ പാടെ പന്തബഹത്തു, ഞാൻ അങ്ങോട്ട് ഒന്നു. തനാവൽത്തുൽ കൂസ, ആ കൂസ ഞാൻ എടുത്തു. ലറബുത്തു ബിൽ അർള, ആ കൂസയെ മണ്ണിലിട്ട് ഇടിച്ച് എറിഞ്ഞു പൊട്ടിച്ചു ഞാൻ. അത് വേണ്ടാന്ന് വെച്ചു. ആര്? ജുനൈദ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫറഅയ്തുൽ ഖസ്ബൽ മക്സൂർ, ആ എറിഞ്ഞു പൊട്ടിച്ച ആ കൂതുണ്ടല്ലോ, അതിന്റെ പൊട്ട് ഞാൻ കണ്ടു. ലം യർഫഉഹു അഹദ്, ഒരാളും അത് എടുത്തിട്ടില്ല. ഏതെടുക്കൂല, അലികി തുറ, മണ്ണ് അതിന്റെ മേലെ ഒന്ന് പൊതിയുന്നത് വരെ. അപ്പൊ മണ്ണ് അതിന്റെ മേലെ ഒന്ന് പൊതിയും, അതുവരെ അവരെടുക്കൂല. അങ്ങനെ ഒരു പൊട്ട് അവിടെ ഉണ്ട്, ഞാൻ കണ്ടു എന്നും പറഞ്ഞു. ഇങ്ങനെ സ്വപ്നം കണ്ടു മഹാനവറുകൾ. രണ്ട് ശേഖന്മാർ തമ്മിൽ ചർച്ചയാണ് ഇപ്പൊ അതൊക്കെ. അപ്പൊ ആ എറിഞ്ഞു പൊട്ടിപ്പോ മനസ്സിലാക്കി കണ്ടപ്പാടുകള് അള്ളാനെ ഓർമ്മപ്പെടുത്തും വിധം
സ്വർഗീയ ലോകത്തെ ഓർമ്മപ്പെടുത്തും ഇത് സ്വപ്നത്തിനൊരു ദർശനം കിട്ടുന്നു, അവരത് അംഗീകരിക്കുന്നു, അവർ സുഖവാസം ഒഴിവാക്കുന്നു. ഇപ്പൊ കാല ഷെയ്ഖ് അബു സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നു, നംതു അൻ വിർദി ലൈലത്തൻ, ഞാൻ പതിവായി ചെയ്യേണ്ട ക്രിയകളൊക്കെ ഉണ്ട്, അതും ചെയ്യാതെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി. ഇതൻ അപ്പോൾ ആ ഒരു ഹൂറികളായ ഒരു പെണ്ണിനടുത്ത് നിൽക്കുകയാണ്. തൊക്കൂലു, ആ ഹൂരിപ്പെണ്ണ് പറയാണ്, യാ അബാ സുലൈമാൻ തനാം, അബാ സുലൈമാൻ താങ്കൾ ഉറങ്ങുകയാണില്ലേ? അന അർബാലക്കിൽ ഖിയാമി മുന്ത് 500 വർഷക്കാലത്തോളം എന്റെ ഈ ടെന്റിൽ നിന്ന് നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെനിക്ക് കിട്ടണം. ആ നിങ്ങൾ കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ലോകമാകാലത്ത് കലാമിൽ നിന്ന് ഇതുപോലത്തെ ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് പറഞ്ഞു. അപ്പൊ ആവട്ടെ, അപ്പൊ അതുകൊണ്ട് ഷെയ്ഖ് അബു സുലൈമാൻ എന്നവരും അദ്ദേഹത്തിന്റെ പതിവ് തെറ്റുറങ്ങിയപ്പോൾ ഉണർത്തിക്കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഹൂറിൽ 500 വർഷത്തോളം തേടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഓൽക്കുള്ള ഫലങ്ങളൊക്കെ അള്ളാഹു തആല മുൻകൂട്ടി ഇൽഹാമിലൂടെ ചെയ്തു കൊടുക്കും. അത് സ്വപ്നത്തിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ജീവിതം നന്നാക്കാനും പറ്റും. അള്ളാഹു തആല ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സ് അള്ളാഹു തആല ശുദ്ധീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.